ഹായ് മക്കളെ, ബീഡിയനാണ്. +2 റിസൾട്ടൊക്കെ വന്നിട്ടുണ്ടല്ലേ. ഒരുപാട് പിള്ളേർക്ക് നല്ല മാർക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. കൺഗ്രാജുലേഷൻസ്. ചില കുട്ടികൾക്ക് അവർ പ്രതീക്ഷിച്ചത്ര മാർക്ക് കിട്ടിയിട്ടില്ല. വളരെ കുറച്ച് ആളുകൾ എക്സാമിനേഷന് ഫെയിൽ ആവുകയും ചെയ്തിട്ടുണ്ടല്ലേ. ഇത്തരത്തിൽ പ്രതീക്ഷിച്ച മാർക്ക് കിട്ടാത്ത എക്സാമിന് ഫെയിൽ ആയിട്ടുള്ള കുറച്ച് കുട്ടികളുണ്ടല്ലോ, ഇവരോടാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. എക്സാമിനേഷന് മാർക്ക് വർദ്ധിപ്പിക്കാനായി ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷനും ഫെയിലായ കൂട്ടുകാർക്ക് വേണ്ടി സേ എക്സാമിനേഷനും നിങ്ങൾക്കായി കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ആരും നിരാശപ്പെടേണ്ടതില്ല. പോയ മാർക്ക് തിരിച്ചു പിടിക്കാൻ നമുക്ക് മുമ്പിൽ ഇനിയും ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിനി ഇംപ്രൂവ്മെൻറ്റ് സേ എക്സാമിനേഷൻ്റെ കുറച്ച് ഡീറ്റെയിൽസിലേക്ക് കടന്നാലോ? നോക്കാം. നമുക്ക് മെയ് 15-ാം തീയതിയാണ് നമുക്ക് എക്സാമിനേഷൻ രജിസ്റ്റർ ചെയ്യുന്ന അവസാന തീയതി. എന്നാൽ 600 രൂപ ഫൈനോടുകൂടി മെയ് 17 വരെ നമുക്ക് എക്സാമിനേഷൻ രജിസ്റ്റർ ചെയ്യാം. ജൂൺ 12 മുതൽ 20-ാം തീയതി വരെ ആയിരിക്കും നമ്മൾ എക്സാമിനേഷൻ നടക്കാം. ഓക്കെ അല്ലേ? ഇനി ഇംപ്രൂവ്മെൻ്റ് ആണ് നിങ്ങൾ ചെയ്യുന്നത്, അതായത് നിങ്ങൾക്ക് മാർക്ക് കുറവാണ്, അപ്പോൾ മാർക്ക് ഇംപ്രൂവ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന കൂട്ടുകാരാണെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വിഷയം മാത്രമേ ഇംപ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ടുള്ള മാർക്ക് കുറവുള്ള സബ്ജക്റ്റ് ഏതാണോ അതിനെ തിരഞ്ഞെടുക്കുക, ഇംപ്രൂവ് ചെയ്യുക. 500 രൂപയായിരിക്കും ഈ ഒരു ഇംപ്രൂവ്മെൻറ്റിൻ്റെ ഫീസായിട്ട് വരാം. ഇനി സേ എക്സാമിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ നിങ്ങൾ എത്ര വിഷയത്തിലാണോ ഫെയിൽ ആയിട്ടുള്ളത് അത്ര തന്നെ വിഷയങ്ങൾ നിങ്ങൾക്ക് സേ എക്സാമിനേഷന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിന് ഫീസിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് പ്രാക്ടിക്കലുള്ള എക്സാമുകൾ, അതായത് അക്കൗണ്ടൻസി, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, അതേപോലെ മാത്തമാറ്റിക്സ് തുടങ്ങിയ സബ്ജക്റ്റുകൾക്കൊക്കെ നമുക്ക് ലാബ് ഉണ്ട്, അതായത് പ്രാക്ടിക്കൽ ഉണ്ട് അല്ലേ. ഈ സബ്ജക്റ്റുകൾക്ക് 175 രൂപയായിരിക്കും എക്സാമിനേഷൻ ഫീസായിട്ട് വരാം. എന്നാൽ നമുക്ക് പ്രാക്ടിക്കൽ ഇല്ലാത്ത നമുക്കുള്ള ബിസിനസ് സ്റ്റഡീസ് ഉണ്ട്, എക്കണോമിക്സ് ഉണ്ട്, അതേപോലെ സെക്കൻഡ് ലാംഗ്വേജ് ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട് തുടങ്ങിയ സബ്ജക്റ്റുകളാണ് നിങ്ങൾ ഇംപ്രൂവ് ചെയ്യുന്നത് അല്ലെങ്കിൽ സേ എഴുതുന്നത് എന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് 150 രൂപയായിരിക്കും നമുക്ക് എക്സാമിനേഷൻ ഫീസായിട്ട് വരാം. എന്നാൽ ഇത് രണ്ടിൻ്റെയും കൂടെ നമ്മൾ 40 രൂപ നമ്മൾ എന്ത് ചെയ്യണം, സർട്ടിഫിക്കറ്റ് ഫീ ആയിട്ട് എക്സ്ട്രാ നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, പേയ്മെൻറ്റ് നടത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മക്കളെ നമ്മുടെ എക്സാമിനേഷൻ ഡീറ്റെയിൽസ്. അപ്പം ഇനി മുതൽ നമുക്ക് ഒഴിവാക്കാൻ ടൈമില്ല. നമുക്ക് 12-ാം തീയതിയാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുൻപിലുള്ളൂ. അപ്പോൾ എല്ലാവരും സെറ്റ് ആയിക്കോ, എല്ലാവരും റെഡി ആയിക്കോ, എനർജറ്റിക്കായി വൈബാക്കി സൂപ്പറാക്കിയിരുന്നോ. നമുക്ക് +2 എന്ന കടമ്പ കടക്കേണ്ടതായിട്ടുണ്ട്, ഇംപ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്, മികച്ച മാർക്ക് സ്കോർ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മുടെ സർട്ടിഫിക്കറ്റിൽ എല്ലാവരും സർട്ടിഫിക്കറ്റിലും നല്ല മാർക്കുകൾ നമുക്ക് കാണേണ്ടതായിട്ടുണ്ട്. സോ ഗെറ്റ് റെഡി ഫോർ ദ ചേഞ്ച്. താങ്ക് യു സോ മച്ച്. ഓൾ ദ ബെസ്റ്റ്.